വി പി മുസ്തഫ, ഇപ്പോൾ ശ്രീ റോണി കെ ബേബി പറഞ്ഞത് പുകമറ സൃഷ്ടിക്കുകയാണ് കേരള സർക്കാർ. നേരത്തെ ഒരുപക്ഷെ റോണി കെ ബേബി ആ വാക്കുകൾ വി.ഡി. സതീശൻ ചോദിച്ചു, ഏത് ഡാറ്റ പ്രകാരമാണ് ശശി തരൂർ ഇങ്ങനെ ഒരു ലേഖനം എഴുതിയത്? ശശി തരൂർ കൃത്യമായി പറഞ്ഞു കൊടുത്തു, ഞാൻ കണക്കുകൾ എഴുതിയ ലേഖനത്തിൽ കണക്കുകൾ പറയുന്നത് കേരള സർക്കാർ നൽകിയ കണക്കല്ല, CPM നൽകിയ കണക്കല്ല, അന്താരാഷ്ട്ര തലത്തിൽ സ്റ്റാർട്ടപ്പ് ഇൻഡെക്സിൻ്റെ കണക്കുകൾ നോക്കി അത് നെറ്റിൽ പരിധിയാൽ ആർക്കും മനസ്സിലാകുമെന്നാണ്. ആ മറുപടി പറഞ്ഞത് റോണി കെ ബേബിയോടും വി.ഡി. സതീശനോടും കെ.സി. വേണുഗോപാലിനോടും മുരളീധരനോടും അടക്കമുള്ളവരോടാണ്. ഇവിടെ ഇപ്പോഴും റോണി കെ ബേബി, ഇതിനെ ഞങ്ങൾ മലയാളത്തിൽ സാധാരണ പറയാറുള്ളത് ദോഷൈക ദൃക്കുകളെന്നാണ് പ്രൊഫസർ റോണി കെ ബേബി. കാരണം ഏത് വിധേനയായാലും കേരളം ഒന്നാമതാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒന്നാമതല്ല, ഞങ്ങൾക്ക് ഒന്നാമതാവാൻ താല്പര്യമില്ല, ഞങ്ങൾ അങ്ങനെ താഴ്ന്നു കിടക്കേണ്ടവരാണ് എന്ന് പറയുന്ന മനസ്സുള്ളവരെ ഞങ്ങൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് കണ്ടത് ജോർജ് കുര്യനിലൂടെയും സുരേഷ് ഗോപിയിലൂടെയുമാണ്. ആ വാക്കുകൾ ഇപ്പോൾ റോണി കെ ബേബിയിലൂടെ നമ്മൾ കേൾക്കുന്നുണ്ടെന്നുള്ളത് മാത്രമാണ്. വി.പി. മുസ്തഫ, എങ്ങനെയാണ് പുകമറ സൃഷ്ടിക്കുകയാണോ കേരള സർക്കാർ ഈ വിഷയത്തിൽ? പുകമറ ഇപ്പോ പ്രതിപക്ഷത്തിനാണ് ഉള്ളത്. അവരാകെ അങ്കലാപ്പിലാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് കേരളത്തിൽ സർവ്വതോന്മുഖമായ വികസനം നടക്കുകയാണ്. എല്ലാ വികസന പരിപാടികൾക്കും അള്ളുവെക്കാനാണ് കഴിഞ്ഞ 8 വർഷമായിട്ട് പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ്, ശ്രമിക്കുന്നത്. പ്രതിപക്ഷത്തെ എല്ലാ പാർട്ടികളും ഒരുപോലെ കോൺഗ്രസിന്റെ സമീപനമാണ്, കേരളത്തിലെ കോൺഗ്രസിന്റെ സമീപനമാണ് എന്ന് പറയാനും കഴിയില്ല. പ്രത്യേകിച്ച് മുസ്ലിം ലീഗൊക്കെ ചില ഘട്ടങ്ങളിൽ എടുത്തിട്ടുള്ള വ്യത്യസ്തമായ സമീപനം നമ്മൾ കണ്ടിട്ടുമുണ്ടല്ലോ. അപ്പോ ഇവിടെ കോൺഗ്രസിന്റെ അതിസങ്കുചിതമായ ഈ കിണറ്റിലെ തവളയെ പോലെയുള്ള ധാരണയുള്ള കോൺഗ്രസ് നേതൃത്വം അങ്ങേയറ്റം മോശമായ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ അത് മലർന്നു കടന്ന് തുപ്പുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഇവിടെ കണക്ക് എന്നാണല്ലോ പറയുന്നത്. ഏതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ചോദ്യം. ഇവിടെ ഇപ്പോ ബഹുമാന്യനായ കോൺഗ്രസ് പ്രതിനിധിയും കണക്കാണ് ചോദിക്കുന്നത്. ഞാൻ ഒരൊറ്റ കണക്ക് പറയാം. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ മണ്ഡലം എറണാകുളം ജില്ലയിലെ പരവൂർ മണ്ഡലമാണല്ലോ. ആ പരവൂർ മണ്ഡലത്തിൽ 2ാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് എന്ന് പറഞ്ഞാൽ പി. രാജീവോ വ്യവസായ വകുപ്പ് മന്ത്രിയായി ഈ സംരംഭക വർഷം എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചതിന് ശേഷം വി.ഡി. സതീശൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ 2750 മീഡിയം ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ ആരംഭിച്ചിരിക്കുക. സ്വന്തം മണ്ഡലത്തിലെ കാര്യം പോലും നോക്കാൻ കഴിയാത്ത വി.ഡി. സതീശൻ എങ്ങനെ കേരളത്തിന്റെ ആകെ കണക്കും കാര്യവും നോക്കാൻ വേണ്ടി കഴിയും? അതുകൊണ്ട് അത്യാവശ്യം വിവരവും അറിവുമുള്ള ശശി തരൂരിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ ലഭ്യമായ കണക്കുകൾ, അത് സാർവദേശീയ തലത്തിലും നാഷണൽ ലെവലിലും എല്ലാം ഉള്ള സ്റ്റാറ്റിക്സ് നോക്കും. ഇവിടെ നിങ്ങൾ നോക്ക്, 2022-23 പരവൂർ മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ 1087 പുതിയ സംരംഭങ്ങൾ തുടങ്ങി. അതിലായിട്ട് 48.73 കോടി രൂപയുടെ നിക്ഷേപം 1997 പേർക്ക് തൊഴിൽ ലഭിച്ചു. 2023-24 സാമ്പത്തിക വർഷത്തിൽ വി.ഡി. സതീശന്റെ മണ്ഡലത്തിൽ 768 പുതിയ യൂണിറ്റുകൾ തുടങ്ങി. 38.42 കോടി രൂപയുടെ നിക്ഷേപം, 1539 പേർക്ക് തൊഴിലവസരങ്ങൾ ലഭിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തിൽ 895 സംരംഭങ്ങൾ ആരംഭിച്ചു പരവൂർ മണ്ഡലത്തിൽ. 29.99 കോടി രൂപയുടെ നിക്ഷേപം, 1672 പേർക്ക് തൊഴിൽ ലഭിച്ചു. അങ്ങനെ 2022 മുതൽ 25 വരെ എന്ന് പറഞ്ഞാൽ 15/2/2025 വരെ, മിനിഞ്ഞാന്ന് വരെയുള്ള കണക്കുകൾ, ഇന്നലെ വരെയുള്ള കണക്കുകൾ എടുത്താൽ പരവൂർ മണ്ഡലത്തിൽ, സതീശന്റെ മണ്ഡലത്തിൽ 2750 MSME യൂണിറ്റുകൾ, 116.64 കോടി രൂപയുടെ നിക്ഷേപം, 5208 തൊഴിലവസരങ്ങൾ. ഇത് വ്യവസായ വകുപ്പിന്റെ ആധികാരികമായി ലഭ്യമായ കണക്ക്. എറണാകുളം ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ ആ DIC മാനേജറെ വിളിച്ചാൽ സതീശന്റെ ഓഫീസിലെ പ്യൂണിന് പോലും കിട്ടുന്ന കണക്ക്. ഇതൊരു മണ്ഡലത്തിൽ സാധ്യമാകുമെങ്കിൽ, പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ LDF ഭരിക്കുമ്പോൾ ഇത് സാധ്യമാകുമെങ്കിൽ, കേരളത്തിൽ ആകെ ഉണ്ടായ മുന്നേറ്റം നിങ്ങൾ നോക്ക്. ആ കണക്കുകളാ ശശി തരൂർ അംഗീകരിച്ചിരിക്കുന്നത്. ഇത് വെറുതെ വ്യവസായ മന്ത്രി പി. രാജീവിന്റെ പ്രസ്താവനയല്ല, ആധികാരികമായ കണക്കുകൾ. അത് ഈ കഴിഞ്ഞ ദിവസം
നമ്മുടെ കേരളത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചു 7-ാം തീയതി. ആ ബജറ്റിനോടൊപ്പം കേരളത്തിന്റെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ സാമ്പത്തിക രേഖയും നൽകിയിട്ടുണ്ട്. അതുകൂടി ഒന്ന് നോക്കിയാൽ മതി. ഈ കണക്കുകളെല്ലാം അതിലുണ്ട്. മണ്ഡലം തിരിച്ച കണക്ക് അതിൽ ലഭ്യമല്ലാന്നേ ഉള്ളൂ. ജില്ല തിരിച്ചുള്ള കണക്കുകൾ അതിൽ ലഭ്യമാണ്. മണ്ഡലം തിരിച്ച കണക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവിന്റെ പ്യൂണെന്ന് വിളിച്ചു ചോദിച്ചാൽ മതി ജില്ലാ വ്യവസായ കേന്ദ്രത്തിലേക്ക്. അതുകൊണ്ട് ഞങ്ങൾ കണക്കിനെ പേടിക്കുന്നവരല്ല, ഉള്ള കണക്കേ ഞങ്ങൾ പറയുള്ളൂ. കേന്ദ്ര സർക്കാരിനേതുപോലെ കണക്ക് പേടിച്ചിട്ട് സെൻസസ് നടത്താതിരിക്കുന്നവരല്ല. കണക്കേ ഇല്ലാത്ത കേരളത്തിലെ പ്രതിപക്ഷത്തെ പോലെയുമല്ല. കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, കൃത്യമായ വികസന മുന്നേറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി കണക്ക് മാത്രം വേണ്ട, നമുക്ക് ധാരാളം വ്യവസായികളുടെ പ്രസ്താവനകളില്ലേ. ഇപ്പൊ പട്ടാഭി സീതാരാമൻ, നമ്മുടെ കല്യാൺ സിൽസിന്റെ, അദ്ദേഹം ഇടതുപക്ഷത്തോട് താല്പര്യമുള്ള ഒരു രാഷ്ട്രീയക്കാരനൊന്നും അല്ലല്ലോ. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം വ്യവസായികളുടെ യോഗത്തിൽ നടത്തിയ പ്രസ്താവന എന്താ? അത് കേൾക്ക് നിങ്ങൾ. ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വ്യാവസായിക മുന്നേറ്റത്തെ കുറിച്ച്, പ്രത്യേകിച്ച് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യത്തിൽ കേരളം നേടിയെടുത്തിട്ടുള്ളത് ഇതൊരു വസ്തുതയായിട്ട് നിൽക്കുകയല്ലേ. ഇത് പിണറായി വിജയൻ ഉണ്ടാക്കിയ കണക്കല്ലല്ലോ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം 1-ാം റാങ്കിൽ എത്തി എന്നുള്ളത് അത് കേന്ദ്ര സർക്കാരിന്റെ ആധികാരികമായിട്ടുള്ള കണക്കല്ലേ, അവരുടെ നാഷണൽ ഏജൻസികളുടെ കണക്കല്ലേ. BJP സർക്കാരിന്റെ കണക്കായതുകൊണ്ട് നമ്മൾ അംഗീകരിക്കുകയല്ല, നാഷണൽ ഏജൻസികളാണ്. അതുകൊണ്ടാണ് ശശി തരൂരിനെ പോലെയുള്ള ഒരാൾ ആ കണക്കുകൾ, നാഷണൽ ഏജൻസിയുടെ കണക്കുകൾ ഉദ്ധരിക്കുന്നത്. 2021 വരെ നമ്മൾ ഉണ്ടായിരുന്ന സ്ഥാനം ഏതാ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യത്തിൽ? ഇന്ത്യയിൽ ആകെ 29 സംസ്ഥാനം, അതിൽ 28-ാം സ്ഥാനം. ആ 28-ാം സ്ഥാനത്ത് നിന്നാണ് ഓരോ വർഷങ്ങളിൽ നമ്മൾ ഓരോ സ്റ്റേജുകൾ കയറി ഒറ്റയടിക്ക് 1-ാം സ്ഥാനത്തെത്തുകയല്ല. ഈ കഴിഞ്ഞ 6-7 വർഷം ഓരോ സ്റ്റേജ് കൃത്യമായി ലക്ഷ്യത്തോടു കൂടി ടാർഗറ്റ് വെച്ച് പ്രവർത്തിച്ച് നമ്മൾ പിന്നിട്ട് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മൾ 1-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെയല്ലേ നമ്മൾ എത്തിയത്? ഇവിടെ ദാവോസിന്റെ കാര്യം പറഞ്ഞു കോൺഗ്രസിന്റെ പ്രതിനിധി. ദാവോസിൽ 19 വർഷമായി കേരളത്തെ ക്ഷണിച്ചിട്ടേ ഇല്ല. കേരളത്തെ അവസരം പോലും ലഭിച്ചിട്ടില്ല. അവിടെയാണ് ഇത്തവണ അവസരം ലഭിക്കുന്നത്. ആ അവസരം ലഭിച്ചപ്പോൾ ഇപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ, ആന്ധ്രയിൽ ഇത്ര വന്നു, മറ്റേടത്ത് വന്നു. എന്താ ആന്ധ്ര മുഖ്യമന്ത്രി അവിടെ ദാവോസിലെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ മീഡിയ കോൺഫറൻസ് ഉണ്ടായി. ആ മീഡിയ കോൺഫറൻസിൽ ആന്ധ്രയുടെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, ഇന്ത്യയിലെ ഒരു സീനിയർ പൊളിറ്റീഷ്യൻ ആണല്ലോ, അദ്ദേഹം എന്താ കേരളത്തെ കുറിച്ച് നടത്തിയ റിമാർക്സ് കോൺഗ്രസ് പ്രതിനിധി കേട്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഞാൻ ഇപ്പോൾ അയച്ചു തരാം. ഇനി അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ ദാവോസ് സമ്മേളനം നടക്കുമ്പോൾ മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്ത, ദേശാഭിമാനി പറയുമ്പോഴാണല്ലോ ഞങ്ങളുടെ അവകാശവാദം, P രാജീവ് പറയുമ്പോഴാണല്ലോ അത് മന്ത്രിയുടെ അവകാശവാദം. നിങ്ങൾ മാതൃഭൂമി പത്രം വായിച്ചോ? അതിന്റെ ലേഖനം റിപ്പോർട്ട് ചെയ്തിരിക്കുക ദാവോസിൽ എങ്ങനെയാണ് ചന്ദ്രബാബു നായിഡു കേരളത്തെ പ്രശംസിച്ചതെന്ന്. ഇവിടെ അടുത്ത ദിവസം എറണാകുളത്ത് നമ്മുടെ കോൺക്ലേവ് നടക്കാൻ പോവുക. അദ്ദേഹം ചോദിച്ചല്ലോ എത്ര നിക്ഷേപം വന്നു. ശ്രീ റോണി, നിങ്ങൾ ആ എറണാകുളത്ത് നടക്കുന്ന കോൺക്ലേവും കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ പറയണം. അല്ല, താങ്കൾ പറഞ്ഞ ശരിയാണ്. താങ്കൾ പറഞ്ഞ വിഷയങ്ങൾ അതിന് മറുപടി റോണി കെ ബേബിക്കുണ്ട്, ഉറപ്പായിട്ടും ഉണ്ടാകും.